मार इवानियस पिता पवित्रता के मार्ग की ओर। बुधवार 15 जुलाई 1953। सूरज ऐसे डूब रहा था मानो सूर्य की महिमा को कुछ हुआ हो, और प्रकृति स्वयं शोक को रोक न सकी और बारिश की तरह आंसू बहा रही थी, जैसे कुछ बुरा हुआ हो, और निश्चित रूप से हुआ था। मलंकरा चर्च का सूरज ढल चुका था। कैथोलिक चर्च के दयालु फरिश्ते को भगवान ने बुला लिया था। मार इवानियस ने इस दुनिया को छोड़ दिया। उनका स्वर्गवास हो गया। अंतिम संस्कार के बाद भी लोग वहां से नहीं गए। लोग अत्यंत दुखी थे। वे अपने आंसुओं को रोक नहीं पा रहे थे। मार इवानियस सेंट मेरीज कैथेड्रल पट्टम त्रिवेंद्रम में लाखों भक्तों के लिए प्रार्थना कर रहे हैं। भारत, केरल और दुनिया भर से हजारों की मात्रा में लोग उनकी पवित्र मध्यस्थता और प्रार्थनाओं का अनुरोध करने के लिए आज भी आते हैं। 15 जुलाई के दिन प्रतिवर्ष चर्च में मार इवानियस डे मनाया जाता है। पट्टम सेंट मेरीज कैथेड्रल आज एक तीर्थ स्थल है। विश्व नेताओं और चर्च के नेताओं हजारों भक्तों को आशीर्वाद देने और प्रार्थना करने के लिए आज भी वहां आते हैं। इनमें न्यूयॉर्क के आर्च बिशप कर्दिनाल तिमोथी माइकल डोलन, वेटिकन पोंटिफिकल काउंसिल फॉर जस्टिस एंड पीस के प्रेसिडेंट कर्दिनाल पीटर टर्कसन, सेक्रेटरी जनरल ऑफ द ईस्टर्न कांग्रेगेशन के आर्चबिशप सिरिल बसेल, मनीला फिलीपींस के कर्दिनाल मार लुइस एंटोनियोस, सीरो मलाबार चर्च के आर्चबिशप कर्दिनाल जॉर्ज आलन चेरी और कई गणमान्य व्यक्तियां शामिल हैं। मार इवानियस पिता को धन्य का दर्जा देने की नामकरण प्रक्रिया चर्च पहले ही शुरू कर चुकी है। हम केरल के चर्च और विशेष रूप से भारत के चर्च के लिए प्रार्थना करें ताकि हमें जल्द से जल्द एक और संत प्राप्त हो। 15 जुलाई 1997 को पहली नामकरण प्रक्रिया शुरू हुई थी। 14 जुलाई 2007 को मोस्ट रेवरेंड जी वर्गीस मार इवानियस को ईश्वर का सेवक घोषित किया गया था। सीरो मलंकरा चर्च के प्रमुख आर्च बिशप मोरनमोर बसेलियस क्लीमिस ने सेंट मेरीज कैथेड्रल पट्टम त्रिवेंद्रम में आयोजित पवित्र कुर्बाना के बीच यह घोषणा की थी। फिर 23 जून 2014 को कैनोनिकल निरीक्षण शुरू हुआ और 8 सितंबर 2016 तक इसके दस्तावेज पूरी तरह से रोम को सौंप दिए गए। 21 जनवरी 2017 को रोम ने नामकरण प्रक्रियाओं की शुरुआत की। मलंकरा कैथोलिक चर्च और कैथोलिक चर्च ऑफ इंडिया विशुद्ध कैथोलिक कलीसिया से इस उद्घोषणा को सुनने के लिए उत्सुक है। आइए हम भी इस पवित्र दिन के लिए प्रार्थना करें। പുനരീക്യ പ്രസ്ഥാനത്തിന്റെ പിള്ളത്തൊട്ടിലായ പെരുന്നാട് ബഥനി മുണ്ടൻ മലയിൽ നിന്നും മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മാർ ഇവാനിയസ് പിതാവിന്റെ ഖബറിംഗിലേക്കുള്ള പദയാത്രയിൽ അതിന്റെ തുടക്കകാലം മുതൽ പങ്കെടുക്കുവാൻ കാരുണ്യവാനായ ദൈവം അവസരം നൽകിയ ഒരു വ്യക്തിയാണ് ഞാൻ. MCYM-ന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നടന്ന പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു. MCYM പെരുന്നാട്ടിൽ നിന്ന് പദയാത്ര ആരംഭിച്ചതു മുതൽ എല്ലാ വർഷവും അതിൽ പൂർണ്ണമായോ ഭാഗികമായോ പങ്കെടുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. പദയാത്രയ്ക്ക് നേതൃത്വം നൽകി മൺമറഞ്ഞ പുണ്യശ്ലോകാർഹനായ ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് പിതാവിനെയും സിറിൽ മാർ ബസേലിയോസ് പിതാവിനെയും ബസേലിയോസ് ക്ലീമീസ് കാതലിക്ക ബാബായെയും പ്രത്യേകം ഈ
ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. പദയാത്രയിൽ പൂർണ്ണമായി പങ്കെടുത്തുകൊണ്ട് ഒരു ജനകീയ ഭാവം നൽകിയ കർദിനാൾ തിരുമനസിനെ പ്രത്യേകം ഓർമ്മിക്കുന്നു. പദയാത്രയ്ക്ക് ആദ്യകാലങ്ങളിൽ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഡൊമിനിക് സക്കറിയ അച്ഛനെയും MCYM-ന്റെ എല്ലാ നേതാക്കന്മാരെയും മൺമറഞ്ഞ എല്ലാ ശ്രേഷ്ഠരെയും പ്രത്യേകം ഓർമ്മിക്കുന്നു. യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പദയാത്ര ഓരോ വർഷവും കാതോലിക്ക ബാബായുടെയും വന്യപിതാക്കന്മാരുടെയും വൈദിക ശ്രേഷ്ഠരെയും സിസ്റ്റേഴ്സിന്റെയും ഇടവക ജനങ്ങളുടെയും നേതൃത്വത്തിൽ വളരെ അനുഗ്രഹപ്രദമായി നടത്തപ്പെടുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷകരമാണ്. മലങ്കര മക്കൾ ഒന്നായി ചേർന്ന് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് വർഷം തോറും നടത്തപ്പെടുന്ന പദയാത്രയിൽ എനിക്ക് കുടുംബമായി പങ്കെടുക്കുവാൻ കഴിഞ്ഞത് ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പിതാവിന്റെ നാമത്തിൽ അനേകർക്ക് രോഗശാന്തി ലഭിക്കുകയും ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായി ധാരാളം അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് പ്രത്യേകമായി ഈ അവസരത്തിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. വിശ്വാസം തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന പ്രഖ്യാപനം കൂടെയാണിത്. യുവജനങ്ങളെ കർമ്മോത്സവരാക്കുന്നതിന് വളരെയേറെ സഹായകമായ പദയാത്ര ഈ വർഷം നടത്തുന്നതിന് സാധിച്ചില്ല എന്നുള്ളത് വളരെയേറെ ഖേദകരമാണ്. അടുത്ത വർഷം പദയാത്രയ്ക്ക് അവസരം ദൈവം തമ്പുരാൻ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ പദവിയിലേക്ക് മാർ ബെനോസ് പിതാവിനെ ഉയർത്തുവാനായി നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. അത് എത്രയും വേഗം വിശുദ്ധ പദവിയിലേക്ക് അദ്ദേഹം ആയി തീരട്ടെ എന്ന് പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് സ്മരിക്കാം. തമ്പുരാൻ അതിനായിട്ടുള്ള അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. തോമസ് അബ്രഹാം, മാവേലിത്തുടിയിൽ മേക്കഴൂർ.